ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ റെഡ് അലേർട്ട് ആണ്. പക്ഷെങ്കിൽ ഇതേ കണ്ടോ, നല്ല കാലാവസ്ഥ, നല്ല തിളങ്ങി നിൽക്കുന്ന കാലാവസ്ഥയാണ് കേട്ടോ. റോഡൊക്കെ നല്ല നിന്ന് തിളങ്ങുന്നുണ്ട്. അപ്പം ഇന്നലെയൊക്കെ മൂടലായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. ഇപ്പം ആകാശമൊക്കെ നോക്കിയേ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇപ്പം മംഗൾപാടി ആടിലോട്ട് വെച്ച് പിടിക്കുകയാണേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ മംഗൾപാടി ആടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് റെഡ് അലേർട്ടാണ്. പക്ഷേങ്കിൽ ഇതേ നല്ല തീവ്രമായ വെയിലാണ് രാവിലെ തന്നെ ഉദിച്ചടിക്കുന്നത്. സൂര്യനൊക്കെ കണ്ടോ, ഇന്നലെ സൂര്യനൊന്നും ഇല്ലായിരുന്നു കണ്ടോ, തിളങ്ങി നിൽക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഇനി ഇതിൽ കുറേ കമ്പികളും അതുപോലെ നമ്മുടെ ഇതേ ആ കാണുന്ന റെഡ് ക്രാഷ് ബാരിയറൊക്കെ കയറ്റി നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് പോകണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ നമ്മുടെ കുട്ടി ബ്ലോഗർ ദേ അവിടെ ഉണ്ടേ. ഇന്നത്തെ ആകാശം നോക്കി ഫുള്ള് നീല കളറാണ്. അപ്പോൾ റെഡ് അലേർട്ട് ഇവിടെ ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇതാ രാവിലെ തന്നെയുള്ള ഫസ്റ്റ് ലോഡാണ് കാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇഷ്ടം പോലെ കമ്പി ഇങ്ങനെ ലോഡാക്കുകയാണ്. എല്ലാം 32-ൻ്റെ കമ്പിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതേ ഇന്നിവിടെ റെഡ് അലേർട്ടാണ്. പക്ഷേങ്കിൽ നല്ല വെയിലാണ് ഇപ്പോൾ രാവിലെ തന്നെ ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യനൊക്കെ കണ്ടോ, ഓ ഹെവി ആയിട്ടുള്ള വെയിൽ തന്നെയാണ്. അതേപോലെ നമ്മുടെ കുഞ്ഞം വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് 2-3 ക്രാഷ് ബാരിയറൊക്കെ എടുത്ത് പോകാൻ വേണ്ടി വന്നതാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇതൊക്കെ ഇനി കയറ്റി നമ്മൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലായിട്ട് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയാടനും ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടോ, 2-3 ക്രാഷ് ബാരിയർ എടുത്ത് കൊണ്ടുപോകേണ്ട പരിപാടിയാണ്. അപ്പോൾ എവിടെയോ റോഡിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടീമാണേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയാടനും ടീമും പോയി കേട്ടോ. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇതുവഴി കടന്നു പോവാണ്. അതേപോലെ നമ്മുടെ വണ്ടി ഇവിടുന്ന് ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ചില്ലറയായിട്ട് കയറ്റി പോകണം. അപ്പോൾ നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇനി മംഗൾപാടി അല്ലല്ലേ, സിറിയ പോയിട്ട് നമുക്ക് ഒരു സാധനം കയറ്റാനുണ്ട്. അവിടെ ക്രെയിൻ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സാധനം കയറ്റിയിട്ട് നമ്മുടെ കമ്പിയൊക്കെ വെൻറ്റ് ചെയ്യുന്ന ബാർബെൻഡിങ് മെഷീനാണ്. അപ്പോൾ അത് കയറ്റിയിട്ട് നേരെ പ്രധാന പ്ലാന്റിലോട്ട് കൊണ്ടുപോയിട്ട് ഇറക്കണം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ബാർബെൻഡിങ് മെഷീൻ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് സിറിയ പാലത്തിൻ്റെ അടിയിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പം ക്രെയിന് വരണം കേട്ടോ. നമ്മുടെ പാലത്തിൻ്റെ മുകളിലൂടെ നമ്മുടെ ക്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ആ കാറ് വരുന്ന അതുവഴി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണം. അതേപോലെ നമ്മുടെ സിറിയ പുഴ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. മൊത്തം കലങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ കർണാടക ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ടാണ്. അത്യാവശ്യം വലിയൊരു പുഴ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ പണ്ടത്തെ ബോട്ടൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നത് കാണാം. അപ്പം നമ്മുടെ ക്രെയിൻ താഴെ എത്തിയിട്ടുണ്ട്. മരങ്ങൾക്കിടയിലൂടെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നമ്മുടെ ക്രെയിൻ മന്ദഗതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല തെങ്ങും തോപ്പൊക്കെയാണ് കേട്ടോ. ഇവിടെ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്.
അപ്പോൾ നമ്മുടെ സാധനം തൂക്കിയെടുത്ത് ക്രെയിന് പോകുന്നുണ്ട്. താഴെയും ജസ്റ്റ് തട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോകുന്നു. അതേപോലെ ക്രെയിൻ്റെ മുകളിൽ കണ്ടോ. അപ്പോൾ നമ്മുടെ ഒരു സാധനം വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മെഷീനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കമ്പി ബെൻഡ് എന്ന മെഷീനാണ് കയറ്റി വെച്ചത്. ഇനിയിപ്പോൾ കമ്പി കട്ട് എന്നൊരു മെഷീൻ ഉണ്ട് അവിടെ, അതും കൂടി കയറ്റി വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കമ്പി കട്ട് എന്ന മെഷീനും കൂടി നമ്മൾ ഇതിലോട്ട് കയറ്റി വെക്കുകയാണ്. അപാര സാധനമാണ് കേട്ടോ ഈ സാധനം. കാരണം വലിയ നമ്മുടെ 32-ൻ്റെ കമ്പിയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് കട്ടാക്കി കിട്ടും. സെറ്റപ്പ് സാധനമാണ്. ക്യൂബ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ മെഷീനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് സാധനം ഇപ്പോൾ ഇതിലോട്ട് കയറ്റി വെക്കാൻ പോവാണ്. ഒരു സാധനം നേരത്തെ കയറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇതുകൂടെ കയറ്റിയിട്ട് വേണം നേരെ മോർത്താന നമ്മുടെ പ്ലാന്റിലോട്ട് കൊണ്ടുപോയി ഇറക്കാൻ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ മോർത്താന പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കണം. അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് റെഡ് അലേർട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഇതേ ആകാശത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ മോർത്താന പ്ലാന്റിലെത്തിയിട്ടുണ്ടേ. ഇതേ സാധനങ്ങൾ ഇവിടെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. അതേപോലെ ആകാശമൊക്കെ മൊത്തം മാറി മേഘങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാനൊരു ബോക്സ് ആണെങ്കിലും ഏത് ഹെവിയായ കമ്പിയും വളക്കാൻ ശക്തിയുള്ള സാധനമാണ് ഈ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സാധനം കൂടി ഇറക്കി വെക്കണം കേട്ടോ. ആകാശം നോക്കി ഒരു സൈഡിൽ മാത്രം നല്ല മേഘങ്ങളും ഒരു സൈഡിൽ നല്ല നീല കളറുമാണ്. അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ മുകളിലൊക്കെ ആളുകളുണ്ടേ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ശിഖിലുമാണ് കേട്ടോ. അവരൊക്കെയാണ് ഈ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ സാധനം നമ്മുടെ കമ്പി കട്ട് ചെയ്യുന്ന മെഷീൻ ഇവിടെ ഇറക്കി വെക്കണം. അതേപോലെ തന്നെ മഴ പെയ്തു തുടങ്ങി കേട്ടോ. കണ്ടോ, നമ്മുടെ വെള്ളത്തിലൊക്കെ മഴ പെയ്തു തുടങ്ങി.
ഇനിയിപ്പോൾ ശക്തിയായിട്ട് പെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള കാർമേഘങ്ങളൊന്നുമില്ല. നമ്മുടെ തലയുടെ മുകളിലാണ് മൊത്തം കാർമേഘങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ ആ മെഷീനും അവിടെ ഇറക്കി വെച്ചു. ഇനിയിത് നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ മംഗൾപ്പാടി ആടുപ്പറ്റി കുറച്ച് ക്രാഷ് ബാരിയർ കാരണം, അതേപോലെ തന്നെ നായിക്കാപ്പ് പ്ലാന്റിൽ കൊണ്ട് ഇറക്കണം, അവിടെ നിന്ന് ചായ കുടിക്കണം. അതാണ് അടുത്ത പരിപാടി. നല്ല രീതിയിലുള്ള മഴ പെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മോർത്താന പ്ലാന്റിൽ സാധനങ്ങളൊക്കെ ഇറക്കി നേരെ വീണ്ടും നമ്മുടെ മംഗൾപ്പാടി യാർഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ ഇന്നലെ ഇറക്കി വെച്ച ക്രാഷ് ബാരിയറുകളുണ്ട്. അതൊക്കെ ഇനി മൊത്തത്തിൽ നമ്മുടെ വണ്ടിയിലോട്ട് കാറ്റണം. എന്നിട്ട് നേരെ നമ്മുടെ നായിക്കാപ്പ് പ്ലാനിലോട്ട് കൊണ്ടുപോയി ഇറക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഇതേ മഴയൊക്കെ മാറി നല്ല നീല ആകാശമായി മാറിയിട്ടുണ്ട്. സൂര്യൻ നല്ല ജ്വലിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ തന്നെ കയറ്റിയിട്ട് വേണം ചായ കുടിക്കാൻ. ഓൾറെഡി നമ്മുടെ സമയം ലേറ്റായി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇത് കാറ്റാൻ കേട്ടോ. നമ്മളെ സാധനങ്ങളൊക്കെ തന്നെ കയറ്റി കേട്ടോ. ഇത് വണ്ടി മൊത്തം ലോഡായി. ഇനി നേരെ നായിക്കാപ്പിലോട്ട് വെച്ച് പിടിക്കണം. അപ്പോൾ നമ്മൾ നായിക്കാപ്പ് പ്ലാനിൽ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ രഞ്ജിത്താട്ടൻ്റെ JCB ഇവിടുന്ന് നമ്മുടെ ടിപ്പറിലോട്ട് GSB ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ താറിങ്ങിൻ്റെ പ്ലാന്റും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ തന്നെ മൊത്തം ഇറക്കണം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ തന്നെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തും അതേപോലെ ഇപ്പുറത്തും ഇഷ്ടം പോലെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ നിരത്തി ഇടുകയാണ്. അപ്പോൾ നമ്മൾ ബാരിക്കേഡൊക്കെ ഇറക്കി അടിയിലുള്ള കമ്പി ഇറക്കിക്കൊണ്ടിരിക്കുകയാണേ. ആ സൗണ്ട് ഇപ്പോൾ കേട്ടത് ഞാൻ ഷീറ്റിലൂടെ നടന്നു പോയതാണ്. ഇവിടെ മൊത്തം സ്ക്രാപ്പാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതേ നമ്മുടെ ടീം കമ്പികളൊക്കെ ഓരോന്നായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ തന്നെ ഇറക്കി കഴിഞ്ഞു. നമ്മുടെ ടീമൊക്കെ വണ്ടി കയറി തുടങ്ങി. ഇനി അടുത്ത നമുക്ക് നമ്മുടെ പ്ലൈവുഡ്, അതായത് വിറകിനാവശ്യമായ പ്ലൈവുഡൊക്കെ എടുത്തിട്ട് നമ്മുടെ മെസ്സിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ മംഗൾപ്പാടി എത്തിയിട്ടുണ്ട്. ഇതേ വണ്ടിക്കകത്തോടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു 1.5 വെയിലാണ്. ഇന്ന് റെഡ് അലേർട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് ഇതാണ് ആകാശത്തിൻ്റെ അവസ്ഥ. മൊത്തം നീല കളർ, കാർമേഘങ്ങളേ ഇല്ല. അപ്പോൾ നമ്മൾ മംഗൾപ്പാടി എത്തിയിട്ടുണ്ട്. പിറകിലായിട്ട് നമ്മുടെ വണ്ടിക്കകത്തോട്ട് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. ശരിക്കും ഇവിടെ കാലാവസ്ഥ പ്രവചിച്ചു പറഞ്ഞത് റെഡ് അലേർട്ടാണ്, മഴ കൂടുതലുണ്ട് എന്നാണ്. പക്ഷേങ്കിൽ ഇത് ആകാശം നോക്കി, ഒരു മഴക്കാർ ഒരു മേഘം ഒന്നുമില്ല. മൊത്തം നീല കളറായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. കണ്ടോ, ഫുള്ള് നീല കളറ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഏതാ വെയിലത്ത് നിന്നിങ്ങനെ തിളങ്ങുകയാണ്. ഈ ജാക്കിയും ഇതൊക്കെ നമുക്കിനി കയറ്റി നമ്മുടെ പ്ലാന്റിലോട്ട് കൊണ്ടുപോകണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ലോഡ് കയറ്റിയിട്ട് നേരെ നമ്മുടെ കുമ്പളയുള്ള ഓഫീസിൽ പോകണം. അവിടുന്ന് മെസ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചാണ് അടുത്ത പരിപാടി തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഈ ലോഡ് നേരെ പോകുന്നത് നമ്മുടെ കുമ്പള ഓഫീസിലേക്കാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ കുമ്പള ഓഫീസിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ കുറച്ച് സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
അപ്പോൾ ദേ കണ്ടോ, ഇന്ന് മഴയൊന്നും തീരെ പെയ്തില്ല. നമ്മുടെ റോഡ് ക്ലിയർ ആക്കുന്ന ക്ലീനിങ് വണ്ടിയൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആംബുലൻസ്, ഇതേ NHന്റെ ആംബുലൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഓഫീസ്. അപ്പം നമ്മുടെ NHന്റെ വണ്ടിയൊക്കെ കണ്ടോ, റോഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വണ്ടിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഓഫീസും പരിസരവും. ഫുള്ള് ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഓഫീസാണ്. അതേപോലെ തന്നെ ഇതേ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇത് നമ്മുടെ ഈ പൊടി, അതായത് റോഡ് ക്ലീൻ ചെയ്യുന്ന വണ്ടിയൊക്കെ നിർത്തുന്ന ഈ ഏരിയ. അപ്പോൾ നമ്മുടെ മെസ്സിലേക്കുള്ള സാധനങ്ങൾ ഇതേ ഇറക്കി കയ്യാറായി. കണ്ടോ, നമ്മുടെ വണ്ടി കാലിയാവാറായി കേട്ടോ. ഈ കാണുന്ന നമ്മുടെ മെസ്സാണേ. അവിടത്തേക്കുള്ള വിറവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മൊത്തം കൃഷിയാണ്, വാഴ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലാണേ. ഇതേ ഓരോ സാധനങ്ങളിങ്ങനെ ഉള്ളിലോട്ട് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ വണ്ടി ഇതേ കുറച്ചപ്പുറത്തായിട്ട് മാറ്റി നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെസ്സിലാണ് ഇട്ടുള്ളത്. ഇതേ ഓരോരുത്തരും ഇതുവഴിയെല്ലാം കടന്നു പോകുന്നുണ്ട്. നല്ല ബ്രെഡ് പൊരിച്ചതും ചായയൊക്കെ ഉണ്ട്. ചായ അപ്പൊ നമ്മള് ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ ഒരു ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? എന്താ ഉഷാറില്ലാത്ത? ഓ, ചായ കുടിച്ചാൽ നല്ല ഉഷാറായിട്ടാണ് ഞങ്ങള്. നമ്മുടെ അടുത്ത പരിപാടി എന്താന്നുള്ള ഇപ്പൊ മനസ്സിലായില്ല. ബ്രെഡ് പൊരിച്ചതും കട്ടൻ ചായ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ബ്രെഡ് പൊരിച്ചതും അതേപോലെ തന്നെ കട്ടൻ ചായയും അതൊക്കെ കുടിച്ചൊന്ന് ഉഷാറ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. പക്ഷെങ്കിൽ ഇന്ന് ഇവിടെ റെഡ് അലർട്ടാണ് അല്ലേ? ഇപ്പൊ റെഡ് അലർട്ടാ. മഴ പെയ്തുകൊണ്ടിരിക്കുക, ഇടിവെട്ട് മഴയാണ് കേട്ടോ. നോക്കി ഏതാ വെയിലെന്നറിയോ. അപ്പൊ നമ്മുടെ NHന്റെ ആംബുലൻസ് ആണ് ഈ കാണുന്നത്. ആംബുലൻസിന്റെ മൊത്തം സൈഡിലായിട്ട് 1033 എന്ന് പറഞ്ഞ നമ്പർ കാണാം, എമർജൻസി നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് അപകടം നമ്മുടെ NHന്റെ ഭാഗത്ത് NHന്റെ റോഡിൽ ഉണ്ടായിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, 1033 എന്ന നമ്പറിലോട്ട് വിളിക്കുക. തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ പെട്രോളിങ് വണ്ടിയുണ്ട് കേട്ടോ. ഈ രണ്ട് സാധനമാണ് നമ്മുടെ NHന്റെ മെയിനായിട്ടുള്ള നമ്മുടെ റീച്ചിലെ സാധനം. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈവേയുടെ വണ്ടി ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഹൈവേ മൊത്തം കവറാക്കി വരും. അതേപോലെ തന്നെ നമ്മുടെ ഓഫീസും പരിസരവും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീം അത് അതുവഴി നടന്നു വരുന്നുണ്ട്, അവരെയും വെയിറ്റ് ഇരിക്കുകയാണ്. അതേപോലെ ബാക്കിയുള്ള നമ്മുടെ രണ്ടുപേരുതേ ഇവിടുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കുമ്പൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വെച്ച് പിടിക്കുകയാണ്. റോഡൊക്കെ നല്ല തീപ്പറക്കണ വെയിലാണ്, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ട് റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് കുമ്പള ടൗണിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ കേട്ടോ. ഇന്ന് മഴയേ പെയ്തില്ല. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ പുറത്തൊക്കെ. നമ്മളെന്തായാലും ഇനിയിപ്പം മംഗൾപാടി പോകണം, അവിടുന്ന് സാധനം കയറ്റണം, നേരെ എവിടെ ഇറക്കണം, നായിക്കാപ്പ് പ്ലാന്റിൽ ഇറക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ സുഹൃത്തുക്കളെ, റോഡ് നിറച്ചും ക്രാഷ് ബാരിയറുകളും അതുപോലെ തന്നെ കോണൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡിൻ്റെ ലൈനൊക്കെ വരുന്നതാണ്. ഇതേ സൈഡിലൂടെ പോകുന്ന ലൈൻ ഇപ്പോൾ പുതുതായിട്ട് വരണതാണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറ്റാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരന്തരമായി ഒരുപാട് ദൂരത്തോളം ഇങ്ങനെ കോണ് വെച്ചത്. കണ്ടോ, ഇതാണ് നമ്മുടെ ലൈന് വരുന്ന വണ്ടി മുന്നിലായിട്ട് കാണുന്നത്. ഇതേ ഇവിടെ ഇങ്ങനെ ലൈന് വരഞ്ഞു പോകുന്നുണ്ട്, കണ്ടോ? വീണ്ടും നമ്മള് ഇതേ നമ്മുടെ മംഗൾപാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ക്രാഷ് ബാരിയർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് കുറച്ച് സാധനങ്ങളിവിടെ ബാലൻസ് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കയറ്റി വീണ്ടും നമ്മൾ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. അതേപോലെ ഈ കാണുന്ന ഇവിടെയുള്ള ഈ വേരലൊക്കെ കയറ്റി ഇടണം. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ക്ലിയറാക്കി പോവാണേ. അപ്പോൾ നീലാകാശം ഒന്ന് വെള്ളാകാശമായിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഇതേ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നും കൂടിയേ ഇതേ ഈ കാണുന്ന വണ്ടിയിലുള്ളൂ കേട്ടോ. അപ്പം നാളെ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ മൂപ്പറായിരിക്കും ആ വണ്ടിയിൽ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഇനി സാധനങ്ങൾ ബാക്കിയുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ സാധനങ്ങളായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുകയാണ്. നമ്മൾ സ്ക്രാപ്പിൻ്റെ സാധനമാണെങ്കിലും എല്ലാ സാധനമാണെങ്കിലും വേറെ ഇങ്ങനെ തരംതിരിച്ചിടുകയാണ് കേട്ടോ.